ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദ എസെൻഷ്യൽ റിസോഴ്സസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കോണമി. അതായത് ഒരു എക്കോണമിയിൽ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഒരു രാജ്യത്തില് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള, ഒഴിച്ചുകൂടാനാവാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസിനെയാണ്, ആ വിഭവങ്ങളെയാണ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ് ഉള്ളത്. ദർ ആർ 4 മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ലാൻഡ് ആണ്. ലാൻഡ് എന്ന് പറയുന്നത് ഭൂമി മാത്രമല്ല, എല്ലാ നാച്ചുറൽ റിസോഴ്സും, പ്രകൃതി വിഭവങ്ങളും ലാൻഡിൽ വരുന്നതാണ്. ഓക്കെ, അതാണ് ബ്രാക്കറ്റിൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. റെഫേഴ്സ് ടു ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സസും എന്താണ്? ലാൻഡിൽ വരുന്നതാണ്. അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ഇൻക്ലൂഡ്സ് ലാൻഡ് ഇറ്റ് സെൽഫ്, അതായത് ഭൂമി ഉൾപ്പെടുന്നു, ഫോറസ്റ്റ് വനം, മിനറൽസ്, ഓക്കെ, പിന്നെ വാട്ടർ, ഓയിൽ ആൻഡ് എയർ, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? ലാൻഡിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതായത് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഫാമർ നീഡ്സ് ഫെർട്ടൈൽ ലാൻഡ് ടു ഗ്രോ ക്രോപ്സ്. അതായത് ക്രോപ്സ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാമറിന് എന്ത് വേണം? ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു ഭൂമി വേണം. ആൻഡ് എ ഫാക്ടറി നീഡ്സ് ലാൻഡ് ടു സെറ്റപ്പ് ഓപ്പറേഷൻ. ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നതിന് ഒരു ലാൻഡ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ലാൻഡിന്റെ ഉദാഹരണമായിട്ട്, ഇതിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ലാൻഡ് ഉദാഹരണമായിട്ട് നമുക്ക് സെന്റൻസ് ആയിട്ട് പറയാവുന്നത്. ഇതിന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്, സിൻസ് നാച്ചുറൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ദെയർ എഫിഷ്യന്റ് യൂസ് ഈസ് ക്രൂഷ്യൽ ഫോർ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. അതായത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഫ്യൂച്ചർ ജനറേഷനും കൂടെ അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഇപ്പോഴത്തെ തലമുറ ഉപയോഗിക്കേണ്ടതുണ്ട്. അടുത്ത ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബർ ആണ്. ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലാളി എന്നുള്ളതല്ല, ഹ്യൂമൻ എഫർട്ടാണ്. അദ്ദേഹം ചെയ്യുന്ന, ഒരു തൊഴിലാളി ചെയ്യുന്ന എഫേർട്ടിനെയാണ് ഇവിടെ ലേബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ വർക്ക് ഡൺ ബൈ പീപ്പിൾ. അതായത് ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ളതുമായിട്ടുള്ള വർക്ക്, ആൾക്കാർ ചെയ്യുന്ന വർക്ക് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ആ വർക്കിനെയാണ് എന്ന് പറയുന്നത് ലേബർ എന്ന് പറയുന്നത്. ക്യാൻ വേരി ബേസ്ഡ് ഓൺ സ്കിൽ. അപ്പോൾ ഈ ലേബർ എന്ന് പറയുന്നത് സ്കില്ലിനനുസരിച്ച്, അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ച്, അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചൊക്കെ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ക്യാൻ വേരി ബേസ്ഡ് ഓൺ സ്കിൽ, എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ, എ ടീച്ചർ എഡ്യൂക്കേറ്റിംഗ് സ്റ്റുഡൻസ്. അവിടെ ആ ടീച്ചർ എന്നുള്ള വ്യക്തി കൊടുക്കുന്ന ആ ഒരു ഹ്യൂമൻ എഫേർട്ടാണ് ആ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അധ്യാപകൻ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കോഡിംഗ് ആപ്സ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആപ്സ് കോഡ് ചെയ്യുന്നു. ഓർ എ ഫാക്ടറി വർക്കർ അസംബ്ലിംഗ് പ്രൊഡക്ട്സ്. ഒരു ഫാക്ടറി വർക്കർ പ്രൊഡക്റ്റ് അസംബിൾ ചെയ്യുന്നു. ഇതൊക്കെ ലേബറിന് ഉദാഹരണമാണ്, ഹ്യൂമൻ എഫേർട്ടിന് ഉദാഹരണമാണ്. ഓക്കെ, ഇതിന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്, മോർ സ്കിൽഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ലേബർ. കൂടുതൽ സ്കിൽഡ് ആയിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഉള്ളതുമായിട്ടുള്ള ലേബർ യൂഷ്വലി ലീഡ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അത് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആണ് ലേബർ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതൽ, ഉൽപ്പാദനക്ഷമത കൂടുതലായിരിക്കും. ആൻഡ് എക്കണോമിക് ഗ്രോത്തും അവിടെ കൂടുതലായിരിക്കും. ആ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഈ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൻ മെയ്ഡ് റിസോഴ്സസ് ആണ്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, വിഭവങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. റെഫേഴ്സ് ടു ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ് ആൻഡ് ടെക്നോളജി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുക, നിങ്ങൾ ഓരോന്നേരം എടുത്ത് നോക്കുക, എല്ലാം മാൻ മെയ്ഡ് ആണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്യാപിറ്റൽ ആണ്. ഓക്കെ, നോട്ട് മണി ബട്ട് അസറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ. അത് പണമല്ല, ആ അസറ്റ്സ് ആണ്, പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു അസറ്റുകളെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, പണം ഒഴികെയുള്ള. ഓക്കെ, അതിന് എക്സാമ്പിൾ, എ ട്രാക്ടർ യൂസ്ഡ് ഇൻ ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന ട്രാക്ടർ, ഇവിടെ ട്രാക്ടർ ക്യാപിറ്റൽ ആണ്. എ കമ്പ്യൂട്ടർ യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഇവിടെ കമ്പ്യൂട്ടർ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഓർ എ ഫാക്ടറി പ്രൊഡ്യൂസിങ് കാർസ്, അതായത് കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടറി, ഇവിടെ ഫാക്ടറി എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ്, ഇവിടെ ക്യാപിറ്റൽ ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ. ഇതിന്റെ കീ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മോർ ക്യാപിറ്റൽ ലീഡ്സ് ടു ബെറ്റർ എഫിഷ്യൻസി. കൂടുതൽ ക്യാപിറ്റൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വരുന്നു, അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ബട്ട് ക്യാപിറ്റൽ അലോൺ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് ലേബർ ആൻഡ് ലാൻഡും ഹ്യൂമൻ എഫർട്ടും ഇല്ലാതെ ക്യാപിറ്റൽ മാത്രം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ്. അടുത്ത 4ാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്റർപ്രണർഷിപ്പ് ആണ്. അതായത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, റിസ്ക് ടേക്കിംഗ് ആൻഡ് ഇന്നോവേഷൻ. അതായത് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആ റിസ്ക് എടുക്കുന്നതിനുള്ള ആ ഒരു എബിലിറ്റിയും, പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതിനുള്ള ആ ഒരു എബിലിറ്റിയും, ആ ഒരു
കഴിവിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ എബിലിറ്റി ടു കമ്പൈൻ ലാൻഡ്, അത് ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലെയും ഞാൻ നേരത്തെ പറഞ്ഞ 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കമ്പൈൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് എന്ന് പറയുന്നത് എന്റർപ്രണർഷിപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്റർപ്രണേഴ്സ് ടേക്ക് റിസ്ക്, അതായത് ഒരു സംരംഭം തുടങ്ങുന്നത് വിജയിക്കണമെന്ന് 100% വിജയിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് ഒരാൾ ഒരു സംരംഭം തുടങ്ങുന്നത്, കയ്യിലുള്ള കാശെല്ലാം മുടക്കിക്കൊണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് റിസ്ക് എടുക്കുന്ന ആളാണ് എന്റർപ്രണർ എന്ന് പറയുന്നത്. റിസ്ക് എന്ന് പറയുന്നത് കീ വേർഡ് ആണ്. ഓക്കെ, അടുത്തത് അത് മാത്രമല്ല, റിസ്ക് എടുക്കുക മാത്രമല്ല, അദ്ദേഹം ഇന്നവേറ്റ് ചെയ്യുന്നു, പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നു. ആൻഡ് ഡ്രൈവ് എക്കണോമിക് ഗ്രോത്ത്, അതായത് എക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കുന്നു, കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ എന്റർപ്രണേഴ്സിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, ഒരു സംരംഭകൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഏറ്റവും നല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എലോൺ മസ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹം ടെസ്ല, സ്പേസ് എക്സ് എന്ന കമ്പനിയുടെയൊക്കെ ഓണറാണ്. അദ്ദേഹം ഒരു എന്റർപ്രണർ എന്ന് ആലോചിക്കുക, അതായത് സ്വന്തമായിട്ടുള്ള റിസ്ക് എടുത്ത് തുടങ്ങിയ കമ്പനികളാണ് ഇതൊക്കെ. സ്റ്റീവ് ജോബ്സ് ആപ്പിൾ തുടങ്ങി. നമുക്കറിയാം ആപ്പിൾ എന്ന കമ്പനിക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പോൾ വിപണിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്റർപ്രണേഴ്സിന്റെ ഉദാഹരണമാണ്. അപ്പോൾ ഈ എലോൺ മസ്ക്, സ്റ്റീവ് ജോബ്സ് മുതൽ ഒരു സ്മാൾ ബിസിനസ് ഓണർ വരെ, അതായത് ഒരു കഫേ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്മാൾ ബിസിനസ് ഓണർ വരെ എന്തിൽ വരും? എന്റർപ്രണർഷിപ്പിൽ വരും. ഓക്കെ, ഒരു സംരംഭകൻ എന്നുള്ള ടൈറ്റിൽ വരും. ഇതിന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്, എന്റർപ്രണേഴ്സ് ആർ ക്രൂഷ്യൽ ബിക്കോസ് ദേ ഇൻട്രൊഡ്യൂസ് ന്യൂ ഐഡിയാസ്. അവർ പുതിയ ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ആൻഡ് ക്രിയേറ്റ് ജോബ്സ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ എന്റർപ്രണർഷിപ്പിന്റെ കീ പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് എന്താണ് ഈ ഫാക്ടേഴ്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാര്യം എന്ന് നോക്കാം. വൈ ആർ ദീസ് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ്? അത് ദേ ഡിറ്റർമൈൻ എ കൺട്രീസ് എക്കണോമിക് ഔട്ട്പുട്ട് ആൻഡ് ഗ്രോത്ത്, അതായത് ഒരു രാജ്യത്തിന്റെ തന്നെ ഔട്ട്പുട്ട്, എത്ര സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അത് മാത്രമല്ല രാജ്യത്തിന്റെ ഗ്രോത്ത്, രാജ്യത്തിന്റെ വളർച്ചയും തീരുമാനിക്കുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അടുത്തത് എഫിഷ്യന്റ് യൂസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഡ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ല രീതിയിലുള്ള ഒരു ജീവിത നിലവാരം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുകയും നല്ല ഉൽപാദനക്ഷമത ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ വിനിയോഗം ചെയ്താൽ. ഗവൺമെന്റ്സ് ആൻഡ് ബിസിനസ്സസ് ട്രൈ ടു ഓപ്റ്റിമൈസ് ദീസ് ഫാക്ടേഴ്സ് ഫോർ മാക്സിമം ബെനിഫിറ്റ്, അതായത് ഗവൺമെന്റ്സും ബിസിനസ്സുകളും എല്ലാവരും ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി, ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്കും അല്ലെങ്കിൽ ബിസിനസ്സുകൾക്കും എല്ലാം നല്ല ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നേരത്തെ പറയുന്ന 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.